അമ്മ വർഷങ്ങളായി തളർന്നു കിടപ്പാണ്. പരിചരിക്കാൻ ആരെങ്കിലും എപ്പോഴും കൂടെ വേണം. അധികനാൾ ഇങ്ങനെ കിടത്താതിരുന്നാൽ മതിയായിരുന്നു എന്ന ചിന്ത അമ്മയ്ക്കും മക്കൾക്കുമുണ്ട്. ഒരു ദിവസം അമ്മ മരിച്ചു. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കൊച്ചുമകൾ മുത്തച്ഛനോട് പറഞ്ഞു, അമ്മുമ്മ പോയപ്പോൾ എന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. അന്നാദ്യമായി അയാൾ ആ വീട്ടിൽ ശൂന്യതയറിഞ്ഞു. കാര്യശേഷി മാത്രമല്ല, ആളുകളെ വിലയിരുത്താനുള്ള അടിസ്ഥാന ഏകകം. ഒരാളുടെ സാന്നിധ്യം പകരുന്ന ഊർജത്തിന് ചിലപ്പോൾ അയാളുടെ കർമ്മശേഷിയേക്കാൾ പ്രചോദനം നൽകാൻ കഴിയും. ഒരു ഉപകാരവുമില്ലെന്ന് കരുതി തഴയപ്പെടുന്നവരൊക്കെ ഒരു കാലത്ത് സ്വപ്നവാഹകരായിരുന്നു. അവരുടെ പ്രസരിപ്പും പ്രവർത്തനശൈലിയും ഒട്ടേറെ പേരിൽ ഉത്സാഹം ജനിപ്പിച്ചിട്ടുമുണ്ടാകും. നിശ്ചലമായി എന്ന് കരുതുന്നവർ നിശബ്ദമായി പ്രസരിപ്പിക്കുന്ന ഊർജത്തിന്റെ ബലത്തിലാണ് ഓടി നടക്കുന്ന പലരുടെയും ചലനാത്മകത പോലും നിലനിൽക്കുന്നത്. ഓരോ സമയത്തുള്ള ചലനശേഷിക്കും ക്രിയാത്മകതയ്ക്കും അനുസരിച്ച് മാത്രം അടുപ്പം നിലനിർത്തുന്നവർക്ക് ഒരു ബന്ധവും ശാശ്വതമാകില്ല. പ്രയോജനശേഷിക്കനുസരിച്ച് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നവർ ലാഭനഷ്ട കണക്കുകളിലൂടെയാകും ബന്ധത്തിന് മൂല്യം നിർണ്ണയിക്കുക. ചെലവിനെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചുമുള്ള ആധിയാകും അവരുടെ അനുദിന കർമ്മങ്ങളിൽ നിഴലിച്ചു നിൽക്കുക. ചില ബന്ധങ്ങളുടെ പ്രയോജനങ്ങൾ ഒരു ത്രാസിലും അളന്നെടുക്കാവുന്നതല്ല. നഗ്നനേത്രങ്ങളിൽ ദൃശ്യമായെന്ന് പോലും വരില്ല. ഒരാളുടെ സാന്നിധ്യം എത്ര പ്രസക്തമായിരുന്നുവെന്ന് മനസ്സിലാകുന്നത് അയാളുടെ അസാന്നിധ്യം സൃഷ്ടിക്കുന്ന ശൂന്യത കൊണ്ടാണ്.